SNDPO ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ NSSുമായി ഒരു ഐക്യപ്പെട്ടു പോകുന്ന ഒരു സാമുദായിക ഐക്യം എന്നൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുന്നു. UDF കോൺഗ്രസും അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് ഞങ്ങൾക്ക് എല്ലാവരും ഐക്യപ്പെട്ടു പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആരും തമ്മിൽ വഴക്കുണ്ടാകരുത്, സാമുദായികമായ സ്പർദ്ധ കേരളത്തിലുണ്ടാവരുത്, ഒരു സാമുദായികമായ ഐക്യം വേണം, മതസൗഹാർദ്ദം കേരളത്തിലുണ്ടാകണം. അതിന് ഏത് സ്റ്റെപ്പ് ആരെടുത്താലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും. നല്ല കാര്യമാണ്. പക്ഷെ ഇപ്പൊ നടക്കുന്നത് എന്താണ്? നടക്കുന്നത് വ്യാപകമായ വിദ്വേഷ പ്രചരണമാണ് നടക്കുന്നത്. പണ്ട് സംഘപരിവാറായിരുന്നു അതിന്റെ മുൻപന്തിയിൽ നിന്നിരുന്നത്. മതപരമായ തർക്കങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ഭിന്നിപ്പിക്കുക, ഭിന്നിപ്പിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അതിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുക. ഇതൊരു സംഘപരിവാർ തന്ത്രമാണ്. അതേ സംഘപരിവാർ തന്ത്രം ഇപ്പൊ CPM കേരളത്തിൽ പയറ്റാണ്. CPM സംഘപരിവാറിന്റെ അതേ വഴിയിൽ കൂടെ പോവുകയാണ്. അപ്പൊ SNDP ജനറൽ സെക്രട്ടറിയോട് കുറിച്ചല്ല ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചത്. ഞാൻ തിരുവനന്തപുരത്ത് പിണറായി വിജയനെതിരായിട്ടാണ്, മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രിക്ക് മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു അവകാശമില്ല. AK ബാലൻ നടത്തിയ പ്രസ്താവന, ആ പ്രസ്താവന മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള സംഘപരിവാർ രീതിയായിരുന്നു. അതിനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിച്ചു. ME ഗോവിന്ദൻ തള്ളി പറഞ്ഞു അവരുടെ AK ബാലന്റെ പ്രസ്താവനയെ. പക്ഷെ പിണറായി വിജയൻ അതിനെ സംരക്ഷിച്ചു. അതായത് സംഘപരിവാറിന്റെ അതേ വഴിയിലാണ്. ഇപ്പൊ സംഘപരിവാർ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, പറവൂരിൽ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് BJP BDS സ്ഥാനാർത്ഥിയെ നിർത്തരുത്. അതായത് രണ്ടാമത് വരുന്ന LDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണം, അങ്ങനെ എന്നെ തോൽപ്പിക്കണം. അത് BJPയുടെ ഒരാവശ്യമാണ്. അപ്പൊ മതപരമായ സ്പർദ്ധ, ആര് വർഗീയത സംസാരിച്ചാലും അവർക്കെതിരായി ഞങ്ങൾ നിലപാടെടുക്കും. അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും വർഗീയത പ്രചരിപ്പിച്ച് വിദ്വേഷ പ്രചരണം കേരളത്തിൽ ആര് നടത്തിയാലും അതിനെതിരായി കോൺഗ്രസും UDF നിലപാടെടുക്കും. അങ്ങനെ ചെയ്യരുതെന്ന് പറയും. ഒരാളെ അധിക്ഷേപിച്ചിട്ടില്ല, അധിക്ഷേപിച്ചത് എന്നെയാണ്. ഞാൻ എന്നിട്ട് തിരിച്ചൊരു മറുപടിയും പറഞ്ഞില്ല. ഇതിനു മുമ്പ് എന്നെക്കുറിച്ച് വളരെ മോശമായ വാക്കുകൾ പറഞ്ഞു, ഇന്നലെയും മോശമായിട്ട് വാക്ക് പറഞ്ഞു. അപ്പൊ ഞാനെന്താണെന്ന് മറുപടി പറഞ്ഞത്? അദ്ദേഹം നല്ല പ്രായമായ ആളാണ്. ഇരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട ആളുകൾ ഇരുന്ന സ്ഥാനമാണ്. അങ്ങനെ ഒരാളെ കുറിച്ച് മോശമായൊരു വാക്ക് പോലും ഞാൻ പറയില്ല എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് ഗുരുനിന്ദയാണ്. ശ്രീനാരായണ ഗുരുദേവൻ എന്തു പറയരുതെന്ന് പറഞ്ഞു, അത് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറയരുത്. ഈ BJP CPMന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. ഏത്? ഈ വർഗീയത ഉണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രം. അതിന്റെ ഉപകരണമായി അദ്ദേഹം മാറരുത് എന്ന് പറഞ്ഞാൽ അതിനെയും പറയും. അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞില്ല, ഇനി അങ്ങനെ പറയില്ല. എല്ലാവരും കൂടി ഐക്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ല കാര്യം, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. അല്ല, അങ്ങ് ഈഴവ വിരോധിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എല്ലാവർക്കും ശ്രീനാരായണീയരായിട്ടുള്ള ആളുകളെ കൂടി വോട്ട് ചെയ്തിട്ടല്ലേ നമ്മളൊക്കെ ജയിക്കുന്നത്. ഏതർത്ഥത്തിലാണ് പറയുന്നത്? ഏതർത്ഥത്തില്? അദ്ദേഹമാണ് ഗുരുദേവൻ പറഞ്ഞതിന്, ഗുരുദേവന്റെ ദർശനങ്ങൾക്ക് വിരുദ്ധമായി സംസാരിക്കുന്നത്. അദ്ദേഹം പലരുടെയും ഉപകരണമായി മാറുന്നു. അങ്ങനെ ആകരുത്. ആ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ അങ്ങനെ ആകരുത്. അല്ലാതെ ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് ഏതെങ്കിലും കാലത്ത് അദ്ദേഹത്തെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്? എന്നെ ഊളംപാറയിൽ അയക്കണമെന്ന് പറയും. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ ഊളംപാറയിൽ അയക്കണം എന്നൊരാള്, ഒരു സമുദായ നേതാവ് പറയുമ്പോ ഞാൻ അതിന് മറുപടി പറയുന്നില്ല. അപ്പൊ ആരാണ് പറയുന്നത്? ഞാനാണോ പറഞ്ഞത്? ഞാൻ ഒരക്ഷരം അദ്ദേഹത്തെ കുറിച്ച് മാത്രമല്ല, ഒരു സമുദായ നേതാക്കളെ കുറിച്ചും മോശമായിട്ടോ വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചോ പറയാറില്ല. അവര് പറയുന്ന കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസം പറയും, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നലെ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞു, താങ്കൾ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ പോയതിനെ വിമർശിക്കുന്നത് അത് ഒരു ചീപ്പായ ഒരു പരിപാടി. ഞാനല്ല വിമർശിച്ചു, എന്നെ കുറിച്ചല്ല പറഞ്ഞത്. കാറ് കയറിയതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി ഒരു വർഗീയ പരാമർശം നടത്തിയപ്പോൾ കേരളത്തിലെ മതേതരത്വം, ഞാൻ വെള്ളാപ്പള്ളിയുടെ പേരും പറഞ്ഞില്ല ആ യോഗത്തില്, ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. നടത്തിയപ്പോ ആ ആൾക്ക് പിറ്റേ ആഴ്ച പോയി പൊന്നാടയിട്ടു മുഖ്യമന്ത്രി. എന്ത് മെസ്സേജാണ് കൊടുക്കണം? നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചു. ഭയങ്കരമായൊരു വർഗീയ പരാമർശം അദ്ദേഹം നടത്തി. ഞാൻ അതിനെ എതിർത്ത് അങ്ങനെ പറയരുതെന്നാണ് പറഞ്ഞത്. ഗുരു എന്താണ് പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടാണ് പറയരുത്, അത് പറയരുതെന്ന് പറഞ്ഞു. ആ ആളെ പിറ്റേ ആഴ്ച പോയി പൊന്നാടയിട്ട് അങ്ങനെ പറയുന്ന ഒരാൾക്ക് മതേതരത്വത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ, എന്റെ മുമ്പിലിരുന്ന് 1 മണിക്കൂർ മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ് മതേതരത്വത്തെക്കുറിച്ച്, ഇടതുപക്ഷത്തെക്കുറിച്ച്, ഇടതുപക്ഷത്തിന്റെ സമീപനത്തെക്കുറിച്ച്. ഞാൻ പറഞ്ഞത് അത് പറയാനുള്ള അവകാശമില്ല, അങ്ങനെ ചെയ്യരുത്. മതേതരത്വത്തെ പറ്റി പ്രസംഗിക്കാൻ എളുപ്പമാണ് അല്ലേ? എന്നിട്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. സംഘപരിവാറിന്റെ വഴിയിലൂടെ പോകണം. AK ബാലന്റെ പ്രസ്താവന, ഞാൻ പറഞ്ഞ BJPക്കാർ പ്രസ്താവന കണ്ടു. ഇത് ഇന്നും രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. BJPക്കാരത് പണ്ടുപോലെ ചെയ്യുന്ന നമുക്കൊരു വിസ്മയമില്ല. പക്ഷെ CPM പോലത്തെ ഒരു പാർട്ടി, അതിന്റെ നേതാവും എന്താ പറഞ്ഞത്? UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും.
വർഗീയ പ്രസ്താവനയാണ്. 42 കൊല്ലം ജമാഅത്ത് ഇസ്ലാമി CPM-ന്റെ കൂടെയായിരുന്നു. അന്ന് ഒരുപാട് കാലം CPM ഭരിച്ചിട്ടുണ്ട്. CPM ഭരിച്ച കാലത്ത് ജമാഅത്ത് ഇസ്ലാമി കൂടെയുള്ളപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയാണ് ആഭ്യന്തരം ഭരിച്ചത്. ആണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കാം. CPM ഭരിച്ച കാലത്തൊക്കെ ജമാഅത്ത് ഇസ്ലാമിയാണ് ആഭ്യന്തരം ഭരിച്ചതെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കും. ഈ ഹിന്ദു ഐക്യവേദി നേതാവേ RV ബാബു അങ്ങേക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2001 2006 അങ്ങ് സംഘപരിവാർ സഹായം തേടിയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പിന്നീട് അദ്ദേഹം ആവർത്തിച്ച് ചില ചിത്രങ്ങളും പുറത്തുവിടുകയൊക്കെ ചെയ്തു. ഇത് കൈരളിക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ആ സംഘപരിവാർ സഹായം എന്തിനാ ഇവിടെ പറയൂര്? ഇവിടെ ഉണ്ടായില്ലല്ലോ അവരിവിടെ ഉണ്ടായില്ലല്ലോ. അവർക്കിവിടെ വോട്ട് പോലും ഇല്ലല്ലോ, ഉണ്ടായില്ലല്ലോ. ഞാനൊക്കെ നല്ല മാർജിനിലാണ് ജയിക്കുന്നത് എല്ലാ പ്രാവശ്യവും. ഏതെങ്കിലും ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് എനിക്ക് അനുകൂലോട് പറയോ? കാരണം ഞാൻ വർഗീയതയ്ക്കെതിരായി കടുത്ത സ്റ്റാൻഡ് എടുക്കുന്ന ആളാ. ഇപ്പൊ CPM പറയണത് ഇതാണ്, ഈ വാചകമാണ് പറയുന്നത്. BJP പറയണത് എന്താ? BJP പറയുന്നത് ഞാൻ ഹിന്ദു വിരുദ്ധനാണെന്നാണ്. ഹിന്ദു വിരുദ്ധനാണെന്ന് രണ്ടോട്ടും. എനിക്ക് BJP BDJ സ്ഥാനാർത്ഥിയെ നിർത്താതെ ആ വോട്ട് മുഴുവൻ രണ്ടാമത് വരുന്ന, അതായത് LDF സ്ഥാനാർത്ഥിക്ക് മറിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത്? ഇതാണ് വർഗീയതയ്ക്കെതിരായ നിലപാട്. സെക്യുലർ പൊസിഷനിങ് ആണ്, സെക്യുലർ പൊസിഷനിങ് ആണ്. ഒരു വെള്ളവും ചേർക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിൽ തോറ്റാലും സാരമില്ല. തെരഞ്ഞെടുപ്പിൽ ഞാൻ 2016 ഇത് നേരിട്ട ആളാ ഇവിടെ. അന്ന് ഞാനൊന്ന് പറഞ്ഞു, മുന്നിൽ നിന്ന് വെട്ടേറ്റ് മരിച്ചാൽ വീരാളി പട്ട് പുതച്ചു കിടക്കും വർഗീയതയുമായിട്ടുള്ള പോരാട്ടത്തിൽ. ഇവിടെ പ്രസംഗിച്ച ആളാ ഞാൻ. ഞാൻ പറയണ കേക്ക് നിങ്ങൾ. ഇത് കയ്യിലേക്കെന്താ എത്ര ധൃതി? 2016 ഈ പറവൂരിൽ നിന്ന് ഞാൻ പ്രസംഗിച്ച ആളാ. എനിക്കെതിരായി വർഗീയ ശക്തികളെല്ലാം ഒന്നുചേർന്നു എന്നെ തോൽപ്പിക്കാൻ. ഞാൻ പറഞ്ഞു, വർഗീയതയുമായി കോംപ്രമൈസ് ഇല്ല. വർഗീയതയുമായി നേരിട്ട് ഏറ്റുമുട്ടി മരിച്ചു കിടന്നാലും വീരാളിപ്പട്ട് പുതച്ചു കിടക്കും, പുറകിൽ നിന്ന് വെട്ടേറ്റ് മരിക്കില്ല എന്ന്. അതായത് ഞാൻ ഓടൂല, വർഗീയതയുമായി പോരാടുമ്പോൾ ഓടൂല, ഞാൻ പുറകിലേക്ക് ഓടൂല എന്ന് പരസ്യമായി പ്രസംഗിച്ചിട്ട് ഇനി എന്നെ തോൽപ്പിക്കാൻ വന്ന വർഗീയ ശക്തികൾക്കെല്ലാം ഈ പറവൂരിലെ ജനത 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം തന്ന് എന്നെ വിജയിപ്പിച്ച. പറവൂരിൽ 20,000 എന്ന് പറഞ്ഞാൽ കണക്ക് പാർട്ടിക്കാരോട് ചോദിക്കുക, കൈരളിക്കാരൻ പോയി.